ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ഗംഗണപതിയേ നമ. ഓം സം സരസ്വതിയേ നമ. ഓം ശ്രീ ലളിതാ പരമേശ്വരേ നമ. ലളിതാ സഹസ്രനാമം തുടർന്നുള്ള ഭാഗം. മൂലമന്ത്രാത്മിക മൂലകോടത്ര കളേഭര കുലാമൃതേകരസിയ കുലസങ്കേതപാലിനി. മൂലമന്ത്രമാകുന്ന ആത്മാവോടുകൂടിയവളും പഞ്ചദശാക്ഷരി മന്ത്രം ശരീരമായവളും കുലാമൃതം അതായത് ത്രിപുടി എന്നതിൽ മാത്രം രസിക്കുന്നവളും കുലാചാരങ്ങൾ സംരക്ഷിക്കുന്നവളും ദേവി തന്നെ. മൂലമന്ത്രാത്മിക മൂലമന്ത്രമാകുന്ന ആത്മാവിനോട് കൂടിയവൾ. മൂല കൂടെത്ര കളേപര പഞ്ചദശാക്ഷരി മന്ത്രം തന്നെ ശരീരമായവൾ. കുലാമൃതൈക രസിക ത്രിപുടി അതായത് മൂന്നെണ്ണം കൂടിയ ശക്തിയിൽ സന്തോഷിക്കുന്നവൾ. കുലാമൃതം എന്ന ഏകവസ്തുവിൽ രസിക്കുന്നവൾ. കുലസങ്കേത പാലിനി കൗളമാർഗരഹസ്യം സൂക്ഷിക്കുന്നവൾ. ചക്രരഹസ്യം, മന്ത്രരഹസ്യം, ആരാധനാ രഹസ്യം എന്നിവ സൂക്ഷിക്കുന്നവൾ. ശാസ്ത്രങ്ങളും ഗ്രന്ഥങ്ങളും സംരക്ഷിക്കുന്നവൾ. കുലാങ്കന കുലാന്തസ്ഥ കൗലിനി കുലയോഗിനി അകല സമയാന്തസ്ഥ സമയാചാര തത്പര. ഉത്തമ കുലത്തിൽ ജനിച്ച സ്ത്രീയെപ്പോലെ അർഹരായവർക്ക് മാത്രം ലഭിക്കുന്ന ശ്രീവിദ്യാ മന്ത്രമായവളും മൂന്നായുള്ളവയുടെ എല്ലാം ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നവളും ശരീരം, ഗൃഹം, ജനപദം തുടങ്ങിയവ സ്ഥിതി ചെയ്യുന്നവളും കുലങ്ങളിൽ പൂജിക്കപ്പെടുന്നവളും സഹസ്രദളപൽപ്പമായ അകുലത്തിലുള്ളവളും സമയാചാരവിധിയിൽ അന്തസ്ഥിതിയായുള്ളവളും സമയാചാരവിധിയിൽ താല്പര്യമുള്ളവളും ദേവി തന്നെ. കുലാങ്കന കുലസ്ത്രീ അതായത് ഉത്തമകുലത്തിൽ ജനിച്ചവൾ. കുലാന്തസ്ഥ ത്രിപുടിയുടെ മധ്യത്തിൽ നിൽക്കുന്നവൾ. കൗലിനി പൂജിക്കപ്പെടുവാൻ യോഗ്യയായി ജനപദം, ഗൃഹം, ഗോത്രം, ദേഹം എന്നിവിടങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവൾ. കുലയോഗിനി കുലത്തിലെ അതായത് ജനപദം, ഗൃഹം, ഗോത്രം, ദേഹം ഇവയിലെ യോഗിനി. അകുലത്തെ സ്ഥിതി ചെയ്യുന്നവൾ. സഹസ്രതല പത്മമായ അകുലത്തെ സ്ഥിതി ചെയ്യുന്നവൾ അഥവാ അകുലയുടെ രൂപമുള്ളവൾ. സമയാന്തസ്ഥ ഹൃദയത്തെ ശ്രീചക്രത്തെ ധ്യാനിച്ച് ചെയ്യപ്പെടുന്ന പൂജാക്രമത്തിൽ അതായത് സമയാചാരത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ. സമയാചാര തൽപര സമയാചാരം എന്ന മാനസപൂജാവിധിയിൽ താല്പര്യമുള്ളവൾ. മൂലാധാരത്തിൽ ഉറങ്ങുന്ന കുണ്ടലിനി ശക്തിയെ ഉണർത്തി സഹസ്രാര പത്മത്തിലെത്തിക്കുന്ന പൂജയിൽ തൽപര. മൂലാധാരൈക നിലയ ബ്രഹ്മഗ്രന്ഥി വിഭേദിനി മണിപൂരാന്തരുദിത വിഷ്ണുഗ്രന്ഥി വിഭേദിനി. മൂലാധാരം എന്ന അതോ പത്മത്തിൽ ആധാരശക്തിയായവളും സ്വാധിഷ്ഠാന ചക്രത്തിലുള്ള ബ്രഹ്മഗ്രന്ഥിയെ പിളർക്കുന്നവളും മണിപൂര ചക്രത്തിൻ്റെ ഉള്ളിൽ പ്രകാശിക്കുന്നവളും മണിപൂര ചക്രത്തിൻ്റെ മുകളിലുള്ള വിഷ്ണുഗ്രന്ഥിയെ പിളർക്കുന്നവളും ദേവി തന്നെ. മൂലാധാരൈക നിലയ മൂലാധാരം മുഖ്യസ്ഥാനമായവൾ. ബ്രഹ്മഗ്രന്ഥിയെ സ്വാധിഷ്ഠാന ചക്രത്തിലെ ബ്രഹ്മഗ്രന്ഥിയെ പിളർക്കുന്നവൾ. മണിപൂരാന്തരുദിത മണിപൂര ചക്രത്തിൻ്റെ അന്തർഭാഗത്ത് പ്രകാശിക്കുന്നവൾ. വിഷ്ണുഗ്രന്ഥി വിഭേദിനി മണിപൂരത്തിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന വിഷ്ണുഗ്രന്ഥിയെ പിളർക്കുന്നവൾ. ആജ്ഞാചക്രാന്തരാളസ്ഥ രുദ്രഗ്രന്ഥി വിഭേദിനി സഹസ്രാരാംബുജാരൂഢ സുധാസാരാഭിവർഷിണി. ആജ്ഞാചക്രത്തിൻ്റെ ഉള്ളിൽ അർദ്ധനാരീശ്വര രൂപമായി സ്ഥിതി ചെയ്യുന്നവളും ആജ്ഞാചക്രത്തിലെത്തുന്നതിന് മുൻപ് അനാഹത ചക്രത്തിലുള്ള രുദ്രഗ്രന്ഥിയെ പിളർക്കുന്നവളും ആജ്ഞാചക്രത്തിന് ശേഷം ബ്രഹ്മരന്ധ്രത്തിൻ്റെ അടിഭാഗത്തുള്ള സഹസ്രാര പത്മത്തിൽ കയറിയവളും സഹസ്രാര കർണികയിലുള്ള ശിവനുമായി സമ്മേളിച്ച് ആനന്ദാമൃതം വർഷിക്കുന്നവളും ദേവി തന്നെ. ആജ്ഞാചക്രാന്തരാളസ്ഥ ആജ്ഞാചക്രത്തിൻ്റെ മധ്യത്തിൽ അതായത് പൂരികങ്ങളുടെ നടുവിൽ സ്ഥിതി ചെയ്യുന്നവൾ. രുദ്രഗ്രന്ഥി വിഭേദിനി അനാഹത ചക്രത്തിലുള്ള രുദ്രഗ്രന്ഥിയെ പിളർക്കുന്ന കുണ്ടലിനീ ശക്തി. സഹസ്രാരാംബുജാരൂഢ 1000 ദളമുള്ള സഹസ്രദള പത്മത്തിൽ ഇരിക്കുന്നവൾ. സുധാസാരാഭിവർഷിണി സഹസ്രദള പത്മത്തിലുള്ള ചന്ദ്രനുമായി അതായത് ശിവനുമായി സമ്മേളിച്ച് അമൃത് വർഷിക്കുന്നവൾ. തടില്ലതാ സമരുചി ഷഡ്ചക്രോപരി സംസ്ഥിത മഹാശക്തി കുണ്ടലിനി ബിസതന്തോതനീയസേ. മിന്നൽ പിണർ പോലെ അതികൃഷിയായ പ്രകാശരൂപിണിയും 6 ചക്രത്തിനും ഉപരി സ്ഥിതി ചെയ്യുന്നവളും മഹത്തിൽ അതായത് ഉത്സവത്തിലും യാഗത്തിലും പൂജയിലും താല്പര്യമുള്ളവരും മൂലാധാരകുണ്ഡത്തിൽ 3.5 ചുറ്റുള്ള കുണ്ടലിനിയായി ഉറങ്ങിക്കിടക്കുന്നവളും താമര നൂൽ പോലെ നേർത്തിരിക്കുന്നവളും ദേവി തന്നെ. തടില്ലതാ സമരുചി മിന്നൽ പിണറിന് തുല്യമായ കാന്തിയുള്ളവൾ.
ഷഡ്ചക്രോപരി സംസ്ഥിത 6 ആധാരചക്രങ്ങൾക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്നവൾ. മഹാശക്തി ഉത്സവത്തിൽ ആസക്തിയുള്ളവൾ. വന്യമയമായ തേജസ്സിൽ ആസക്തിയുള്ളവൾ. കുണ്ടലിനി മൂലാധാരത്തിന് മൂന്നരച്ചുരുളായി തേജോവതിയായ സർപ്പത്തെ പോലെ ഉറങ്ങുന്നവൾ. ബിസതന്തു തനീയസി താമരനൂൽ പോലെ നേർത്ത് മൃദുവായിരിക്കുന്നവൾ. ഭവാനി ഭാവനാഗമ്യ ഭവാരണ്യ കുടാരിക ഭദ്രപ്രിയ ഭദ്രമൂർത്തി ഭക്തസൗഭാഗ്യദായിനി. ഭവന്റെ പത്നിയായവളും ധ്യാനത്തിലൂടെ മാത്രം ലഭ്യമാകുന്നവളും സംസാരമാകുന്ന കാടിനെ വെട്ടിത്തെളിക്കുന്ന കൈക്കോടാലിയായവളും മംഗളകാര്യങ്ങളിൽ തൽപരയായവളും മംഗളത്തിൻ്റെ മൂർത്തിയായവളും ഭക്തർക്ക് സൗഭാഗ്യങ്ങൾ നൽകുന്നവളും ദേവി തന്നെ. ഭവാനി ഭാവൻ്റെ പത്നി. ഭാവനാഗമ്യ ഭാവനയ്ക്ക് ഗമ്യ, അതായത് എത്താവുന്നവൾ. ഭാവനയ്ക്ക് അഗമ്യ, എത്താൻ സാധിക്കാത്തവൾ. ഭവാരണ്യ കൊടാരിക സംസാര ദുഃഖമാകുന്ന കാട് വിട്ട് നശിപ്പിക്കുന്ന കോടാലി. ഭദ്രപ്രിയ മംഗളകാര്യങ്ങളിൽ താല്പര്യമുള്ളവൾ. ഭദ്രന്, അതായത് ശിവന് പ്രിയപ്പെട്ടവൾ. ഭദ്രജാതിയിൽപ്പെട്ട ആനകളിൽ പ്രിയമുള്ളവൾ. ഭദ്രമൂർത്തി മംഗളം തന്നെ മൂർത്തിയായവൾ. ഭദ്രകാളിയായി അവതരിച്ചവൾ. ഭക്ത സൗഭാഗ്യദായിനി ഭക്തർക്ക് സകല സൗഭാഗ്യങ്ങളും നൽകുന്നവൾ. അർഹതയനുസരിച്ച് ഭക്തർക്ക് ഐശ്വര്യം, ആഗ്രഹപൂർത്തി, ഹൃദയവിശാലത, ബലം, കീർത്തി തുടങ്ങിയവ നൽകുന്നവൾ. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ മഹാദേവി നമഃ. ശ്രീ ലളിതാംബികായേ നമഃ.